അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പള്ളി പണിതവൻ. എത്രയെത്ര ബിൽഡിങ്ങുകൾ പലരും പണിയുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ബിൽഡിംഗ് പണിതാൽ മൻ ബനാ ലില്ലാഹി ബൈതൻ കമഫ്ഹസി ഖതാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ദുനിയാവിൽ വെച്ചൊരു വീട് പണിതത്, എത്ര വലിപ്പമുള്ള കമഫ്ഹസി ഖതാ, മരുഭൂമിയിൽ കാണുന്ന പ്രാവ് പോലെ ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ്, അതിന്റെ കൂടിനോളം വലുപ്പമുള്ള ഒരു പള്ളി, അതിന്റെ കൂടിനോളം വലുപ്പമുള്ള പള്ളിയില്ല. പക്ഷെ ഇനി അത്രമാത്രമാണെങ്കിൽ പോലും പള്ളി ഒരാൾ പണിതാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, പള്ളി പണിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ പള്ളിയുടെ നിലനിൽപ്പ് എന്നുവരെയുണ്ടോ ഭൂരിഭാഗവും ഇൻഷാ അല്ലാഹ് ലോകാവസാനം വരെ ആ പള്ളികൾ അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ അതാ സുജൂദുകൾ, അതുപോലെ തന്നെ റുകൂഉകൾ, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി, ദിക്റിന് വേണ്ടി പണിയപ്പെട്ട പള്ളികൾ, അതിൽ ഇബാദത്തുകൾ നടക്കുമ്പോൾ അവന്റെ കണക്കിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം പള്ളി പണിയാൻ നമുക്ക് സാധിക്കേണ്ടത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളികൾ പണിയാൻ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മസ്ജിദുകൾ നമുക്കറിയാം. ആ മസ്ജിദുകൾ ഉറങ്ങിക്കിടക്കാനുള്ള സ്ഥലങ്ങളല്ല, മറിച്ച് നിസ്കാരങ്ങളും അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കലുകളും, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളും ഖുർആനിന്റെ ഹിഫ്ളിന്റെ ഹലഖകളും അത് പഠിപ്പിക്കലുകളുമായി അള്ളാഹുവിനുള്ള ഇബാദത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മസ്ജിദുകൾ. അങ്ങനെയുള്ള മസ്ജിദുകൾ അങ്ങനെ പണിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് നിലനിൽക്കുന്ന അമലുകളായി അത് വീണ്ടും നിലനിൽക്കും, അത് മുറിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മസ്ജിദുകളാണ്. ആ മസ്ജിദുകൾ പണിയാൻ നമുക്ക് സാധിക്കേണ്ടത്. ചിലപ്പോൾ ഒരു മസ്ജിദ് ഒറ്റയ്ക്ക് ഒരാൾക്ക് കഴിയില്ലായിരിക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുക, കഴിയുന്നവൻ അവർ ഒരുമിച്ച് നിന്ന് ചെറുതെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മസ്ജിദുകൾ പണിയാൻ വേണ്ടി നമ്മൾ തയ്യാറാകും. സഹോദരങ്ങളെ, അവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യം, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, മസ്ജിദുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതിൽ അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ, അതിലെന്നല്ല മറ്റുള്ളിടത്തും അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് മസ്ജിദുകൾ, കൊട്ടാര സമാനമായ മസ്ജിദുകൾ കിട്ടിയിട്ട് എന്ത് കാര്യം? അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് മസ്ജിദുകൾ കൊണ്ട് ഉപകാരം? അങ്ങനെയുള്ള ആളുകൾക്ക് മസ്ജിദ് കെട്ടാൻ വേണ്ടിയല്ല നമ്മളുടെ ധനം ചെലവഴിക്കേണ്ടത്. ആ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കും.